ഓപ്പൺ AI തുറന്നുവിട്ട ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഭൂതത്തെ കുപ്പിയിലാക്കാൻ ഗൂഗിളും ആപ്പിളും മൈക്രോസോഫ്റ്റുമെല്ലാം അരയും തലയും മുറക്കി ഇറങ്ങിയിരിക്കുകയാണ്. ChatGPT ഡീപ്സീക്ക് തരംഗത്തിൽ അല്പം പകച്ചു നിന്ന ഗൂഗിളും ഞെട്ടിക്കുന്ന AI സങ്കേതങ്ങൾ അവതരിപ്പിച്ച് ടെക് ലോകത്തെ മേധാവിത്വം ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. AI വിപ്ലവത്തിൽ ഓടിയെത്താനാകാത്ത ആദ്യമൊന്ന് പതറിയ മെറ്റയും ഇപ്പോൾ കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. സാക്ഷാൽ ഓപ്പൺ AIയുടെ AI തലച്ചോറുകളെയും ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ബുദ്ധി കേന്ദ്രത്തെയുമെല്ലാം റാഞ്ചിയാണ് കളി. ഇതിനായി മെറ്റ വാരിയെറിഞ്ഞ പണത്തിൻ്റെ കണക്ക് കേട്ട് തലയിൽ കൈവച്ചവരാകും നിങ്ങളെല്ലാം. ഓപ്പൺ AI ജീവനക്കാർക്ക് $100 മില്യൺ വാർഷിക ശമ്പളം വാഗ്ദാനം ചെയ്താണ് മെറ്റ സൂപ്പർ ഇൻ്റലിജൻസ് ടീമിലെത്തിച്ചതെങ്കിൽ ആപ്പിൾ ഇൻ്റലിജൻസ് ടീമിൻ്റെ തലവനായിരുന്ന റിയോമിങ് പാങ്ങിനെ സ്വന്തമാക്കിയിരിക്കുന്നത് $200 മില്യൺ എന്ന കണ്ണ് തള്ളുന്ന ശമ്പള പാക്കേജ് ഓഫർ ചെയ്താണത്രേ. അതായത് നമ്മുടെ 800 മുതൽ 1700 കോടിയൊക്കെ വരും അവരുടെ ആനുവൽ സാലറി. ഫുട്ബോൾ താരങ്ങളെ പൊന്നും വില കൊടുത്ത് ക്ലബ്ബുകൾ റാഞ്ചുന്ന പോലെയാണ് ഇപ്പോൾ കളികൾ. സിലിക്കൺ വാലിയിലെയും മറ്റ് ടെക് സിറ്റികളിലെയും സ്വപ്ന സമാനമായ ജോലി, 6ഉം 7ഉം അക്കങ്ങൾ വരുന്ന ശമ്പളം. ഇതൊക്കെ ആളുകൾ സ്വപ്നം കാണുന്നത് വെറുതെ അല്ലല്ലോ. അക്കൂട്ടത്തിൽ മിക്ക ടെക്കുകളുടെയും ഡ്രീം കമ്പനികളിൽ ഒന്നാകും ഗൂഗിൾ. ടെക് ലോകത്തെ ഗൂഗിളിൻ്റെ മേധാവിത്വത്തിനപ്പുറം കമ്പനി നൽകുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന പ്രതിഫലം തന്നെയാകും അതിൻ്റെ ഒന്നാമത്തെ കാരണം. ലോകത്തെ ടെക് ഭീമന്മാർ തങ്ങളുടെ ജീവനക്കാർക്ക് നൽകുന്ന ശമ്പളം എത്രയൊക്കെ ഉണ്ടാകുമെന്ന് അറിയാൻ കൗതുകമുള്ളവരാവും എല്ലാവരും. ആ ശമ്പളം കണ്ട് കരിയർ സെറ്റ് ചെയ്യുന്നവരുമുണ്ടാകും. വെറുതെ 7 ശമ്പളവും 8 ശമ്പളവും വാങ്ങുന്നവരുടെ കഥകൾ കേട്ട് വായിൽ വെള്ളമിറക്കുന്നവരുമുണ്ടാകും. ഏതായാലും ഗൂഗിളിലെ സാലറി വിവരങ്ങളടങ്ങിയ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അന്താരാഷ്ട്ര ബിസിനസ് മാധ്യമമായ ബിസിനസ് ഇൻസൈഡറാണ് ആ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ആ ശമ്പളക്കണക്കിലേക്ക് വിശദമായി വരാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഗൂഗിൾ എന്നല്ല ഒരു കമ്പനിയും തങ്ങളുടെ ജീവനക്കാർക്ക് നൽകുന്ന പ്രതിഫലം പുറത്തു പറയാറില്ല. ജീവനക്കാർക്ക് നൽകുന്ന അപ്പോയിൻമെൻറ്റ് ലെറ്ററിൽ തന്നെ സാലറി വിവരം രഹസ്യമാക്കി സൂക്ഷിക്കണമെന്ന് കമ്പനികൾ പ്രത്യേകം സൂചിപ്പിക്കാറുമുണ്ട്. അങ്ങനെ നിഷ്കർഷിക്കാൻ അവർക്ക് പല കാരണങ്ങളുമുണ്ട്. എന്നാൽ US ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വിദേശികളായ ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കമ്പനി ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ സമർപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള വർക്ക് വിസ ഡേറ്റയിൽ നിന്നാണ് ഗൂഗിൾ തങ്ങളുടെ ജീവനക്കാർക്ക് നൽകുന്ന ശമ്പളത്തിൻ്റെ ഏകദേശ ചിത്രം ബിസിനസ് ഇൻസൈഡർ പുറത്തുവിട്ടിരിക്കുന്നത്. ഊഹിക്കാവുന്ന പോലെ തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർക്ക് തന്നെയാണ് ഗൂഗിളിലും പൊന്നും വില. $3,40,000 വാർഷിക ശമ്പളം വാങ്ങുന്നവരുമുണ്ട് അക്കൂട്ടത്തിൽ. അതായത് നമ്മുടെ 2.91 കോടി രൂപയൊക്കെ വരും വാർഷിക ശമ്പളം. 24 ലക്ഷമൊക്കെയാകും മാസ ശമ്പളം. ഡാറ്റ സയൻറ്റിസ്റ്റുകളുടെ കാര്യവും ഒട്ടും മോശമല്ല. ഏകദേശം സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർക്ക് തൊട്ടടുത്ത് തന്നെ വരും അവരുടെയും സാലറി സ്കെയിൽ. 2.59 കോടി രൂപയൊക്കെ വാർഷിക ശമ്പളമുള്ളവരുമുണ്ട് അക്കൂട്ടത്തിൽ. ബിസിനസ് അനലിസ്റ്റുകൾ, ഫിനാൻഷ്യൽ അനലിസ്റ്റുകൾ, ഹാർഡ്വെയർ എഞ്ചിനീയർമാർ, റിസർച്ച് എഞ്ചിനീയർമാർ, പ്രൊഡക്റ്റ് മാനേജർമാർ, ടെക്നിക്കൽ മാനേജർമാർ എന്നിവരെല്ലാം ഉയർന്ന ശമ്പളം വാങ്ങുന്നവരുടെ കൂട്ടത്തിലുണ്ട്. 2025 ആദ്യ പാദത്തിലെ ഗൂഗിളിൻ്റെ സാലറി സ്കെയിൽ വിവരങ്ങളാണ് ഇപ്പറഞ്ഞതെല്ലാം. ബിസിനസ് ഇൻസൈഡർ പുറത്തുവിട്ട പ്രധാന ശമ്പളക്കാരുടെ വിവരങ്ങൾ ഒന്നോടിച്ച് പറയാൻ പോകുന്നതെല്ലാം ഡോളർ കണക്കാണെന്ന പ്രത്യേക ഓർമ്മയും വേണം. അക്കൗണ്ട് മാനേജർ പോസ്റ്റിൽ $85,500 മുതൽ $1,66,000 വരെയാണ് വാർഷിക ശമ്പളം വാങ്ങുന്നത്. ബിസിനസ് സിസ്റ്റംസ് അനലിസ്റ്റിന് $1,41,000 മുതൽ $2,01,885 വരെയും, ഫൈനാൻഷ്യൽ അനലിസ്റ്റിന് 1.2 ലക്ഷം മുതൽ 2.25 ലക്ഷം വരെയും, സെർച്ച് ക്വാളിറ്റി അനലിസ്റ്റിന് 1.20 മുതൽ 2.35 ലക്ഷവുമൊക്കെയാണ് ഗൂഗിൾ നൽകുന്നത്. എഞ്ചിനീയറിംഗ് ടീം തന്നെയാണ് കമ്പനിയുടെ എലീറ്റ് എംപ്ലോയീസ് എന്ന് പറയേണ്ടി വരും. ആപ്ലിക്കേഷൻ എഞ്ചിനീയർ വർഷത്തിൽ വാങ്ങുന്നത് 1.38 മുതൽ 1.99 ലക്ഷമൊക്കെയാണ്. സോഫ്റ്റ്വെയറിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി മാറും. 1.9 ലക്ഷം മുതൽ 3.4 ലക്ഷം വരെ വാങ്ങുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരുമുണ്ട് ഗൂഗിളിൽ. 1.87 ലക്ഷം മുതൽ 2.53 ലക്ഷം വരെ പോക്കറ്റിലെത്തിക്കുന്ന സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരുമുണ്ട് അവിടെ. വെയ്മോ കാർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് 1.5 ലക്ഷം മുതലാണ് ഗൂഗിൾ സാലറി നൽകുന്നത്. ശമ്പള കണക്കുകളാണ് ഇത്രയും പറഞ്ഞത്. ബോണസും അലവൻസും
കമ്പനി ഓഹരിയുമെല്ലാമായി ആ പ്രതിഫല കണക്കുകൾ ഇനിയും ഉയരുമെന്നാണ് ബിസിനസ് ഇൻസൈഡർ പറയുന്നത്.